ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു കപ്പ് റവ കൊണ്ട് വൈകുന്നേരത്തെ ചായക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഒരു കപ്പ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു കപ്പ് മോര് ചേർത്ത് കൊടുക്കണം. അധികം പുളിയില്ലാത്ത മോര് ചേർക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ അരക്കപ്പ് തൈരിൽ അരക്കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മോരായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി എന്നിവയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി കുഴച്ചെടുക്കുക. ഇത് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വെച്ച് നമുക്കൊരു ചട്നി റെഡിയാക്കി എടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒരു 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഉപ്പ് ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കാം. ഞാൻ അരച്ചതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് അരച്ചതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഒരല്പം വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് റെഡിയാക്കി എടുക്കാം. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിം ആക്കി വെക്കുക. അതിനുശേഷം ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊരിഞ്ഞു വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാ വശവും നന്നായിട്ട് തന്നെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം കമൻസും അറിയിക്കുക. ഈ ഒരു ചട്നിയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം കമൻസ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.